എല്ലാ വർഷവും ഇവിടെ ഈ മഹാമാഘത്തോടനുബന്ധിച്ച് ലളിതാ സഹസ്രനാമജപം മുടങ്ങാതെ നടന്നു വന്നു. ഈ വർഷം നമുക്കത് കുംഭമേളയായി മാറി. ഈ കുംഭമേള നമ്മളെ സംബന്ധിച്ച് ഒരു ചരിത്രമാണ്. കാരണം ഇത്രമാത്രം ഹിന്ദു ഐക്യം ഇവിടെ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരുപക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പ് വന്നതായിരിക്കാം. ഹിന്ദുക്കൾ എന്നാൽ ഒരു വാശി, ഇവിടെ വന്നേ പറ്റുള്ളൂ, ഇവിടെ കുളിച്ചേ പറ്റുള്ളൂ. ഒരു കാര്യം വ്യക്തമാണ്, ഹിന്ദു സമൂഹത്തെ ആർക്കും നശിപ്പിക്കാൻ സാധ്യമല്ല, തൊടാൻ സാധ്യമല്ല. കാരണം നമ്മൾ അത്ര ശക്തരാണ്. അത് നമ്മൾ തെളിയിച്ചിരിക്കുക. ഇവിടെ നമ്മൾ കുംഭമേള നടത്തുമ്പോൾ എന്താണ് ഈ കുംഭമേളയുടെ ഒരു സന്ദേശം? നമ്മൾ ഇവിടെ നിന്ന് എന്താണ് കൊണ്ടുപോകുന്നത്? പൊതുവേ നമ്മളെല്ലാം കുളിച്ച് നമ്മുടെ പാപങ്ങളൊക്കെ കഴുകി പിതൃക്കൾക്കൊക്കെ പുണ്യം വരുത്തി അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ കുംഭമേള കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് എന്താണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്? ഈ കുംഭമേളയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? മറ്റൊന്നുമല്ല, മനുഷ്യജന്മം. ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ടത് മനുഷ്യജന്മം എന്ന് പറയുന്നത് ഈ ഒഴുകുന്ന നദിയെ നോക്ക്. ഇത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ എന്താണ് ഭാരതപ്പുഴ എന്നൊരു പേര് ഇതിന് വരാൻ കാരണം? ഇവിടെ ബ്രഹ്മാവ് തപസ് ചെയ്ത സ്ഥലമാണ്. തവന്നൂരാണ് പിന്നീട് തവന്നൂരായി മാറിയത്. ഇവിടെ ബ്രഹ്മാവ് പണ്ട് യാഗം നടത്തിയിരുന്നു. അതൊക്കെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് കാര്യങ്ങൾ. പക്ഷെ ഈ ഭാരതപ്പുഴ, ഭാരതം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം ഭ എന്ന് പറഞ്ഞാൽ ഭാതി, ഭാസി, പ്രകാശിക്കുക. അപ്പൊ നമ്മളെല്ലാവരും ഒരു പ്രകാശമാണ്. എന്തിന്റെ പ്രകാശമാണ്? ഏത് പ്രകാശവും ഒരു പൂർണ്ണതയുടെ ഭാഗമാവാനേ. അപ്പൊ നമ്മളെല്ലാവരും ഒരു പൂർണ്ണ പ്രകാശത്തിന്റെ ഒരു അംശമാണ്. നമ്മൾ ജീവചൈതന്യം എന്ന് വിളിക്കുന്നു. കൊണ്ട് സ്കൂളുകളിലൊക്കെ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്, അഖിലാണ്ട മണ്ഡല മണിച്ചോരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും. ബാക്കി എല്ലാവരും ചൊല്ലു, അറിയുന്നവരൊക്കെ. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും. എല്ലാവരിലും പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നുന്ന ഒരു പ്രകാശത്തെ ഭ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുകയാണ്. രഥം, രഥം എന്ന് പറഞ്ഞാൽ യാത്രയാണ്. രതി, രതിക്കുക, മുഴുകുക, ലയിക്കുക. നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്. നദിയിലെ ഓരോ തുള്ളി വെള്ളവും യാത്രയിലാണ്. എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? പൂർണ്ണതയിലേക്ക്, കടലിലേക്ക്. അപ്പൊ നമ്മളെല്ലാവരും ഒരേ പൂർണ്ണതയുടെ, ഒരേ ശക്തിയുടെ അംശങ്ങളാണെന്ന ബോധം നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാവണം. പുറമേ രൂപത്തിലും ജാതിയിലും വർണ്ണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷെ അകത്ത് നമ്മളെല്ലാവരും ഒന്നാണ്. ആദിശങ്കരാചാര്യ സ്വാമികൾ പറയും, കുടത്തിനകത്ത് ഒരു വെളിച്ചം കത്തിച്ചു വെച്ചാൽ ആ കുടത്തിനകത്ത് ധാരാളം ദ്വാരങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നാനാഛിദ്രഘടോ, അതിന്റെ ഉള്ളിലിരിക്കുന്ന വെളിച്ചത്തിന് ഒരേ വെളിച്ചം തന്നെ വലിയ ഒരു വട്ടത്തിലൂടെ, ഓട്ടയിലൂടെ വലുതായി കാണും, ചെറിയ ഓട്ടയിലൂടെ ചെറുതായി കാണും, അല്ലെ? ഇതുപോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലരുടെ പ്രകാശം കൂടുതൽ അറിവിന്റെ രൂപത്തിൽ, കഴിവിന്റെ രൂപത്തിൽ, ശക്തിയുടെ രൂപത്തിൽ, പല രൂപത്തിൽ പ്രകാശിക്കുന്നു. പക്ഷേ ഒരേ സത്യമാണ്. ഒരേ ഇലക്ട്രിസിറ്റി തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഫാനായിട്ട് ഉപയോഗിക്കുന്നു, ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നു, ട്യൂബായിട്ട് ഉപയോഗിക്കുന്നു, ഹീറ്ററായിട്ട് ഉപയോഗിക്കുന്നു, മിക്സിയിൽ ഉപയോഗിക്കുന്നു, ഗ്രൈൻഡറിൽ ഉപയോഗിക്കുന്നു. പക്ഷെ കറണ്ട് ഒന്നാണ്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഇവിടുത്തെ ഒരു തുള്ളി വെള്ളമാണെന്ന ബോധമുണ്ടാകും. നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തുന്നതാണ് നമ്മുടെ ജീവിതം. ഭാരത ഋഷിവര്യന്മാര് പറയുന്നു, മനുഷ്യ ജീവിതം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു? പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. നമ്മുടെ ഓരോ കുട്ടികളുടെ ഉള്ളിലും ഇത് ഉറയ്ക്കണം. എന്റെ ജീവിതം പൂർണ്ണതയിലേക്കുള്ളൊരു യാത്രയാണ്. നമ്മളെല്ലാവരും ഒരേ ഒരു സത്യമാണ്. മറ്റു മതങ്ങളൊക്കെ ഏക സത്യം, ഏക ദൈവം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഏകമേവ സത്യം, ഒരേ ഒരു സത്യം. എല്ലാവരും ഒരേ ഒരു സത്യത്തിന്റെ അംശങ്ങളും ഭാഗങ്ങളുമാണ്. ഈ ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് ഉയർന്നവരെന്നും താഴ്ന്നവരെന്നൊക്കെ ചിന്തയുള്ളത്? അവിടെയാണ് നമ്മൾ ഒന്നിക്കുന്നത്. ഈ പുഴയുടെ തീരത്ത് ഒന്നിക്കുന്നത് നമ്മളിൽ ആ ഏകബോധം വരുമ്പോഴാണ്. നമ്മളെല്ലാവരും ഒന്നാണ്. ഒരേ മണ്ണ്, ഒരേ ഭൂമി, ഒരേ വെള്ളം, ഒരേ വായു. കഴിഞ്ഞ ദിവസം സുനിത വില്യംസ് എന്ന് പറയുന്ന
കുറെ കാലം സ്പേസില് സ്റ്റേഷനിൽ നിന്ന അവര് കോഴിക്കോട് വന്നപ്പോൾ അവരുടെ പ്രസംഗത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. അവിടെ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ എല്ലാവരും ഒരേ വായുവിലാണ്, ഒരേ ഭൂമിയിലാണ്, ഒരേ അന്തരീക്ഷത്തിലാണെന്ന് പറയാൻ ഇത് ഭാരതീയർക്ക് മാത്രമേ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ ദൈവം ആകാശത്തിനപ്പുറത്തല്ല, നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ജീവിതം നമ്മുടെ ഉള്ളിലാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ കുംഭമേളയ്ക്ക് വരുമ്പോൾ മനസ്സിലാക്കണം, ഈ മുങ്ങുന്ന ഒരു തുള്ളി വെള്ളം കടലിലേക്ക് എത്തുന്ന പോലെ എന്റെ ജീവിതവും പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വരുന്നത്. മുന്നോട്ട് നോക്കലാണ് എന്റെ ജീവിതം. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്തത് കൊണ്ടോ ചുറ്റുമുള്ളതിനെ കുറിച്ച് ദുഃഖിച്ചത് കൊണ്ടോ കാര്യമില്ല. കൈ കോർത്തുകൊണ്ട് മുന്നോട്ട് പോയി. ഇവിടെ വരുമ്പോ എല്ലാവരും എങ്ങനെയാ വരുന്നത്? ഒരുമിച്ച് വരുന്നു. ഇവിടെ സങ്കടങ്ങളില്ല, ദുഃഖങ്ങളില്ല, പ്രയാസങ്ങളില്ല, എല്ലാം മറന്ന് ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ അത്രയും സൗകര്യങ്ങളുള്ളൂ. പക്ഷെ ഈ സൗകര്യത്തെയും നമുക്ക് സ്വർഗമാക്കാൻ ഇവിടെ സാധിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ മഹത്വമാണ്, ദിവ്യത്വമാണ്, ഗുരു പരമ്പരകളുടെ അനുഗ്രഹമാണ്. അമ്മയുടെയൊക്കെ തപസ് ഈ രൂപത്തിലാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഈ ബോധമുണ്ടാവണം. ഒരു ദിവ്യത്വമുള്ളവരാണ് നമ്മൾ, ചൈതന്യമുള്ളവരാണ്, മഹത്വമുള്ളവരാണ്, ശ്രേഷ്ഠത ഉള്ളവരാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പത്രത്തിലൊക്കെ ഫ്ലാഷ് ചെയ്യുന്ന ഒരു ന്യൂസ്, വലിയൊരു ബിസിനസ്സുകാരൻ വെടി വെച്ച് മരിച്ചു എന്നൊക്കെയുള്ള വാർത്തയാണ്. എനിക്കിത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു ഹിന്ദുവായി ജനിക്കാൻ സാധിച്ചാൽ അയാൾ ഒരിക്കലും മരിക്കില്ല. കാരണം ഹിന്ദുക്കളെ വലിയ വലിയ ഫ്രോഡൊക്കെ ചെയ്തവരൊക്കെ മുങ്ങി നടന്നവരാ, ആരും വെടിവെച്ച് മരിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഹിന്ദുവിന് എവിടെയോ ഒരു മനോബലമുണ്ട്. കുറെ കഴിഞ്ഞാൽ ആളുകൾ എന്താ പറയാ അറിയോ? എന്താ പറയാ? നിങ്ങളുടെ ജീവിതത്തിൽ മരിക്കാതിരിക്കണമെങ്കിൽ ആരാവണം? നിങ്ങളുടെ ജീവിതത്തിൽ മരിക്കാതിരിക്കണമെങ്കിൽ ആരാവണം? ഹിന്ദു ആവണം. ഹിന്ദു എന്നുള്ളത് വെറുതെ ഒരു മതത്തിന്റെ പേര് പറയില്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ നമ്മളൊരു സനാതന ധർമ്മത്തെ വിളിക്കുന്നു എന്ന് മാത്രം. ആ സനാതന ധർമ്മത്തിൽ എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ധൈര്യം, എവിടെയോ ഒരു ശക്തി ഇല്ലേ? ശരിയല്ലേ? ഞാൻ ഇന്നലെ ആ ഒരു വാർത്ത വായിക്കിയിരുന്നു. ഇവിടെ പറയേണ്ട ഒരു സന്ദർഭമല്ല, എന്നാലും ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ വെടിവെച്ച് മരിച്ചു എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു IT ഡിപ്പാർട്ട്മെന്റ് അയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കില്ല. കുറച്ച് ഫൈനാൻഷ്യലായിട്ട് ഫൈൻ അടിപ്പിക്കുകയുള്ളൂ, അല്ലേ? ഫൈൻ മാത്രമേ ഉള്ളൂ. അതിന് ഇയാൾ തൂങ്ങി വരിക, എന്താ പറയാ, വെടിവെച്ച് മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അത്രയും മനോബലം ഇല്ലാത്തൊരവസ്ഥ വന്നതുകൊണ്ടല്ലോ. ഫൈൻ അടയ്ക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ ഞാൻ എന്തിനാ പേടിക്കണം? വിജയമല്ലേ ഇല്ലേ ഇവിടെ കണ്ടുപിടിക്കാൻ? അല്ലെങ്കിൽ അനിലപാനിയില്ലേ? എത്രയെത്ര ആളുകൾ ഇതാ ഓരോരുത്തരും ഇവിടെ വലിയ കടം വരുത്തിയിട്ട് അവരൊന്നും ഇവിടെ വെടിവെച്ച് മരിച്ച ചരിത്രമില്ലല്ലോ. ഹിന്ദു ആവണം എന്ന് വെച്ചിട്ട് ഹിന്ദുവിന് ഫ്രോഡ് ചെയ്യാൻ പറ്റുന്നുള്ളതല്ല പറയുന്നത്. പറഞ്ഞു വരുന്നത് ഏത് കാര്യത്തെയും നേരിടാനുള്ളൊരു മനോബലമുള്ള ഹിന്ദുവായി മാറണം. ഈ കുംഭമേളയിൽ വന്നാൽ നമ്മൾ ആ ഒരു പ്രതിജ്ഞയോട് കൂടിയിട്ട് വരണം. എന്താണെന്നറിയോ? ഈ കുംഭമേളയ്ക്ക് പോലും ഇത്തിരി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഹിന്ദു ഒന്നായാൽ അവിടെ ശക്തിയായി. പണ്ട് സ്വാമി വിവേകാനന്ദജിയാണ് അത്രേ പറഞ്ഞത്, ഹിന്ദു ഉറങ്ങുന്ന സിംഹാണെന്ന്. അപ്പൊ ആരോ പറഞ്ഞു അതിനെ ഉണർത്തണ്ടെന്ന്. അത് വെറുതെ ഉണർത്താൻ പോയതാണ് പാകമാതിരിയത്. ഇപ്പൊ കേരളം മൊത്തം ഒരു കുംഭമേളയുടെ ഒരു വലിയൊരു തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ്, അല്ലേ? നമുക്ക് എല്ലാവർക്കും ആ ഒരു അനുഗ്രഹം കിട്ടിയിരിക്കുകയാണ്. ഒരു ഹിന്ദു ഏകതാ ബോധം നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. ആണോ അല്ലയോ? നമ്മളൊരു ഒന്നാണെന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. ഇങ്ങനെ നമ്മളൊന്ന് സടകൊടഞ്ഞെണീറ്റാൽ ഈ ലോകത്തിലുണ്ടല്ലോ 3 ചിന്തകൾ നമുക്ക് മാറ്റേണ്ടതുണ്ട്. അടിസ്ഥാനമായിട്ട് 3 ചിന്തകൾ മാറ്റേണ്ടതുണ്ട്. പലരും പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളെ നമ്മൾ മാറ്റിയെടുക്കണം. ചില മതങ്ങളൊക്കെ ഇവിടെ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യം ഏകദൈവം എന്നുള്ളതാണ്. അത് നമ്മൾ അനുവദിക്കരുത്. ഇവിടെ ഏകദൈവമല്ല, ഏകദൈവം അവർക്ക് പുറത്താണ്. നമുക്കുള്ളത് ഏകമേവ, എല്ലാവരിലും ഒരേ ദൈവം. ആരോടും പക്ഷപാതമില്ല, ആരോടും പാർഷ്യാലിറ്റി ഇല്ല, എല്ലാവരോടും ഒരുപോലെ. നോക്കൂ, വായുവിനെ നോക്കി പഠിക്കൂ നിങ്ങൾ. വായുവിന് വല്ല പക്ഷപാതം ഉണ്ടോ? ഈ ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് വല്ല പക്ഷപാതം ഉണ്ടോ? എല്ലാവരോടും ഒരുപോലെ. ഇതുപോലെയാണ് എല്ലാവരിലും ഈശ്വരൻ ഒരുപോലെയാണ്. ഇത് പഠിപ്പിക്കുന്ന ഒരേ ഒരു മതം ഏതാണ്? ഹിന്ദു മതം. ഞാൻ ഗീതയിലൊക്കെ വായിച്ചിരിക്കുന്ന ശ്ലോകങ്ങൾ ഇതാണ്, സർവഭൂതേഷു സമം എന്നാണ്. സർവഭൂതങ്ങളിലും ഒരുപോലെ ഇരിക്കുന്ന ഈ ദൈവീകമായ ശക്തിയെ, അതല്ലേ അമ്മയും പഠിപ്പിക്കുന്നത്? എല്ലാവരിലും ഒരേ ഒരു സത്യം, എല്ലാവരിലും ഒരേ ഒരു സത്യം. എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു വാക്ക്, നമ്മുടെ ഋഷിവര്യന്മാര് പറയുന്നത്, ഒരേ നൂലിൽ കോർത്തിരിക്കുന്ന വ്യത്യസ്ത മണികളാണ് ഈ പ്രപഞ്ചവും സത്യവും. ഒരേ നൂല്, അതാണ് ഈശ്വരീയമായ ശക്തി എന്നുള്ളത്. നമ്മളെല്ലാവരെയും കോർത്തിരിക്കുന്ന ഒരേ ദൈവീക ശക്തിയിൽ നമ്മൾ വ്യത്യസ്തരാണ്. ഇത് ഞാൻ എന്തിനാണ് ആവർത്തിച്ച് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ കുളിക്കുന്ന സമയത്ത് ഓരോ തുള്ളി വെള്ളത്തിനും ഒന്നിന് വലുതെന്നോ ചെറുതെന്നോ ഉണ്ടോ ഇല്ലയോ? എല്ലാറ്റിന്റെയും മുന്നോട്ടുള്ള കുതിപ്പിന്റെ ശക്തി ഒരേ ശക്തിയല്ലേ? അതോർത്താൽ മതി. മുന്നോട്ട് ഒഴുകുന്നതിന്റെ ശക്തി ഒരേ ശക്തിയാണെങ്കിൽ
നമ്മളിലൊക്കെ ഉള്ള ദൈവീകത ഒരേ ഒരു ദൈവീകത. നമ്മൾ കുട്ടികളിലേക്ക് ഇത് പാസ് ഓൺ ചെയ്യണം. ഒരേ ഒരു ദൈവം, ഒരു ദൈവമല്ല ലോകത്തിലുള്ളത്. പറയുക വാക്കുന്നു, ഒരു ദൈവമല്ല ലോകത്തിലുള്ളത്. ഉള്ളത് ഒരേ ഒരു ദൈവം. ഒന്ന് ഉറക്കെ പറയും എല്ലാവരും, ഒരേ ഒരു ദൈവം. ഉറപ്പിച്ചു പറയത്. ആ വെള്ളത്തിന്റെ ഓരോ തുള്ളിയും മുന്നോട്ടൊഴുകുന്നത് ഒരേ ശക്തിയിലാണെങ്കിൽ നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയും ഒരേ ശക്തിയാണ്. ഒരു ദൈവം എന്ന് പറയുന്നത് തെറ്റാണ്. ഒരേ ശക്തി എന്ന് പറയുമ്പോണ്ടല്ലോ വലിപ്പ ചെറുപ്പമില്ല, ദൂരെ അകലെയില്ല, എല്ലാവരിലും ഒരുപോലെയാണ്. എല്ലാവരിലും ഒരേപോലെയുള്ള സമത്വം, ഏകത്വം, പശ്യത എന്നൊക്കെ നമ്മുടെ ഋഷിവര്യന്മാര് പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക. ഈശ്വരൻ ഒരേ ഒരു ഈശ്വരനാണെന്ന് പറയുമ്പോഴൊക്കെ ഓർക്കേണ്ട ഒരു വാക്ക്, ഒരേ നൂലിൽ കോർത്തിരിക്കുന്ന വ്യത്യസ്ത മണികളാണ് നമ്മൾ. സൂത്രേ മണിഗണായിവ പറയൂ എല്ലാവരും, സൂത്രേ മണിഗണായിവ. ഇതാണ് ഭാരത ഋഷിവര്യന്മാർ നമ്മളെ പഠിക്കുന്നത്. ഇത് പ്രചരിപ്പിക്കണ്ടേ നമ്മൾ? വേണോ വേണ്ടേ? അല്ലെങ്കിൽ നമ്മളെ വളർന്നു വരുന്ന കുട്ടികൾക്ക് അറിയില്ല എന്താ സത്യം എന്നുള്ളത്. മറ്റുള്ളത് പ്രചരിപ്പിക്കുന്നതാണ് അവർ കേൾക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഹിന്ദു സമൂഹത്തിന്, ഞാൻ ഒരു മതത്തെയും കുറ്റം പറയല്ല, ഹിന്ദു സമൂഹത്തിന് പലപ്പോഴും അറിവിന്റെ ഒരു കുറവുണ്ട്. നമ്മൾ പലതും ക്ഷേത്രങ്ങളിൽ പോവും, ആചരിക്കും, അനുഷ്ഠിക്കും. പക്ഷെ എന്തിനാണെന്ന് പഠിപ്പിക്കാൻ ആചാര്യന്മാർ വളരെ കുറവാണ്. ഇപ്പൊ നമുക്ക് അമ്മയുടെ കുറെ ശിഷ്യ സമ്പത്തുകൾ അവിടെ ഉള്ളത് കൊണ്ട് കുറെ ആളുകൾക്ക് അറിവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എത്ര ആളുകൾക്ക് അത് അറിയാൻ സാധിക്കുന്നുണ്ട്? ഭൂരിപക്ഷം ആളുകളും അതുമായിട്ട് അങ്ങോട്ട് ചേർന്ന് വരുന്നവരല്ല, അല്ലേ? കൂടുതൽ ആളുകളും ജസ്റ്റ് ഒരു അമ്പലത്തിൽ വരുന്നോ തൊഴുതു പോകുന്ന ആളുകളായി മാറി. അതുകൊണ്ടോ അവരുടെ തലമുറകളെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പത്തിൽ സാധിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റുള്ളവര് നമ്മളെ മുതലെടുത്തിട്ടുള്ളതൊക്കെ നമ്മുടെ അജ്ഞാനത്തെയാണ്. അതുകൊണ്ടാണ് ഋഷി പറഞ്ഞത്, അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുപരമ്പരകളെ, ഞങ്ങൾക്ക് അറിവുണ്ടാവട്ടെ. ഈ അറിവിന്റെ വെളിച്ചത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് ജീവിതത്തെ നയിക്കട്ടെ. നമ്മൾ നോക്കൂ, തേജസ്സിനാവധീതമസ്തു എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന അതാണ്. നമ്മൾ രാവിലെ എണീറ്റ് പണ്ട് കാലത്ത് ആളുകൾ ഗായത്രി ജപിക്കുമ്പോഴൊക്കെ അവരുടെ മനസ്സിൽ ഇതായിരുന്നു തോന്നിയിരുന്നത്, ഓം ഭൂർഭുവസ്സവിതോർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ. പ്രചോദിക്കപ്പെട്ട് പ്രചോദിപ്പിക്കപ്പെട്ട് പ്രോജ്വലിക്കപ്പെട്ട് മുന്നോട്ട് നയിക്കാൻ സാധിക്കട്ടെ എന്നുള്ള ശക്തിയും കരുത്തും ഊർജവും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവട്ടെ. വേണ്ടതല്ലേ? ഇപ്പൊ നമുക്ക് ഒരു ദൈവമല്ല, നമുക്ക് ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടണം. നമുക്ക് ഒരു ദൈവമല്ല, ഉറക്കെ പറയണം, ഒരേ ഒരു ദൈവം. ഓരോ തുള്ളി വെള്ളവും മുന്നോട്ട് നീങ്ങുന്നതിന്റെ ശക്തി ഒരേ ഒരു ശക്തിയാണെങ്കിൽ, അല്ലേ? ആണോ അല്ലയോ? ഒരേ ഒരു ദൈവീക ശക്തിയാണ് എല്ലാവരിലും. അവിടെ വലിപ്പ ചെറുപ്പമൊട്ടും ഇല്ല. ഈശ്വരൻ ആരോടും ഒരു തരത്തിലുള്ള പാർഷ്യാലിറ്റിയും ഇല്ല. അപ്പൊ പിന്നെ എന്താ നമ്മളിലൊക്കെ പലരിലും ഒരു കുറവുകളൊക്കെ ഉള്ളത്? അത് സാധനയുടെ കുറവുകൊണ്ടാണ്. നമ്മൾ നിരന്തരമായി സാധന അനുഷ്ഠിക്കണം. അതിനാണ് ഇവിടെ ഹോമം നടക്കാൻ പോകുന്നത്, അതിനാണ് ഇവിടെ ലളിതാ സഹസ്രനാമം നടക്കുന്നത്. അമ്മ നിരന്തരം നമ്മളോട് സാധന അനുഷ്ഠിക്കാൻ പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ദൈവീക ശക്തിയെ കൂടുതൽ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് നമ്മളിവിടെ കുംഭമേളയിൽ കുളിക്കാൻ വന്നിരിക്കുന്നത്. പലരും കുംഭമേളയിൽ കുളിക്കുമ്പോൾ അറിയുന്നില്ല, ഇത് കേവലം ശരീരത്തിനുള്ള ഒരു കുളിയല്ല, ഇത് മനസ്സിനെ ശുദ്ധീകരിക്കാനാണ്, പവിത്രീകരിക്കാനാണ്. എത്ര കണ്ട് ശരീരത്തെ മനസ്സിനെ ശക്തീകരിക്കണ്ടോ, പവിത്രീകരിക്കണ്ടോ, അത്രയും ദൈവിക ശക്തി അതിലൂടെ പുറത്തേക്ക് വരും. നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിലെ റാന്തലും പാനീസും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? റാന്തൽ വിളക്കുണ്ടായിരുന്നില്ലേ? ഈ റാന്തലൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ അതിന്റെ കുഴലിൽ എന്ത് വരും? പുക വരും, കരി വരും. ആ കരി നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ എത്ര വെളിച്ചമുണ്ടെങ്കിൽ ആ വെളിച്ചം ഒരിക്കലും പുറത്തേക്ക് വരും. ഇത് ഓർത്താൽ മതി. ഈശ്വരന്റെ വെളിച്ചം അവിടെയുണ്ട്, പക്ഷെ ഇത്തിരി കരി പിടിച്ച മനസ്സ് നമുക്കുണ്ട്. ആ കരി പിടിച്ച മനസ്സിനെ ഒന്ന് തുടച്ചു വൃത്തിയാക്കാനാണ് ഞാൻ കുംഭമേളയിൽ കുളിക്കുന്നതും അതേപോലെ തന്നെ ഇവിടെ ഹോമങ്ങളിലും യാഗങ്ങളിലും യജ്ഞങ്ങളിലും നാമജപത്തിലും ഒക്കെ പങ്കെടുക്കുന്നത് എന്ന ബോധം എല്ലാവരിലും ഉണ്ടെങ്കിൽ ക്രമേണ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇവിടെ തന്നെ, ഈ ഭൂമിയിൽ തന്നെ നമ്മളെ പൂർണ്ണത കൈവരുത്തലാണ്. മറ്റു മതങ്ങളൊക്കെ സ്വർഗത്തേക്കുള്ള യാത്ര നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്വർഗമില്ല. നമുക്ക് ഈ ഭൂമി എന്ന് പറയുന്നത് മോക്ഷത്തിന്റെ ഭൂമിയാണ്. എന്താണ് മോക്ഷം? നമ്മുടെ ഉള്ളിൽ കരി പിടിച്ചിരിക്കുന്ന ഈ കരിയുടെ പിടിയിൽ നിന്ന് മുക്തരാവുക. എന്താണ് ആ കരി? മറ്റൊന്നുമല്ല, നമ്മുടെ വിഷമങ്ങള്, നമ്മുടെ കുറവുകള്, പോരായ്മകള്, ദുഃഖങ്ങള്, പ്രയാസങ്ങള്, കഷ്ടങ്ങള്
ഇത്തരത്തിലുള്ള കരി പിടിച്ചിരിക്കുന്നതിനൊക്കെ നമുക്ക് ഇവിടെ വെച്ച് തുടയ്ക്കണം. എവിടെ വെച്ച് തുടയ്ക്കണം? മരിച്ചിട്ട് സ്വർഗത്തിലല്ല തുടയ്ക്കേണ്ടത്. എവിടെ വെച്ച് തുടയ്ക്കണം? ഇതാണ് നമ്മുടെ കർമ്മഭൂമി, ഇതാണ് നമ്മുടെ യജ്ഞഭൂമി, ഇതാണ് നമ്മുടെ ഭക്തിയുടെ ഭൂമി, ഇതാണ് നമ്മുടെ മോക്ഷഭൂമി. നമുക്ക് മോക്ഷമേ ഉള്ളൂ, നമുക്ക് സ്വർഗമില്ല. മനസ്സിലാവുണ്ടല്ലോ? നമ്മൾ ഓരോരുത്തരും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തെ നമുക്ക് വളരെ പവിത്രമാക്കാം, ശുദ്ധമാക്കാം, അനുഗ്രഹമാക്കാം. രണ്ട് വാക്കുകളൊന്ന് ഓർക്കുക. നമുക്ക് ഒന്ന്, ഒരു ദൈവമല്ല, ഒരേ ഒരു ദൈവം. നമുക്ക് സ്വർഗമല്ല ഉള്ളത്, അത് കേട്ടില്ലേ നിങ്ങൾ? നമുക്ക് സ്വർഗമല്ല ഉള്ളത്, മോക്ഷമാണുള്ളത്. ഏതാ ഉള്ളത്? മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കരി പിടിച്ച കുഴൽ തുടക്കുക. ഇനി വീട്ടിൽ പോയിട്ട് കുഴലിന് കരി പിടിച്ചിട്ട് തുടക്കലല്ല. ഇത് ആ കുഴലിനെയല്ല ഉദ്ദേശിച്ചത്. ഇത് ഏത് കുഴലാ ഉദ്ദേശിച്ചത്? ഇത് പുറത്തുള്ള ഒരു വിളക്കിന്റെ കുഴലല്ല. ഇത് എവിടെയുള്ള കുഴലാണ്? നമ്മുടെ മനസ്സിൽ ചെറിയ ദുർബലതകളുണ്ട്. ആ ദുർബലത കാരണമാണല്ലോ ചിലർ വെടിവെച്ചൊക്കെ മരിക്കുന്നത്. നമ്മുടെ ഹിന്ദു മതത്തിൽ ആ ദുർബലത കൂടി വരുന്നതുകൊണ്ടാണ് ആത്മഹത്യകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ കൂടി വരുന്നത് നമ്മുടെ ചുറ്റുപാട്. ഓരോരുത്തരുടെ മനസ്സിനും അതിലുള്ള ശക്തിയും കരുത്തും ഊർജവും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും കരുത്തോടെ നേരിടാം. അമ്മയുടെ ചരിത്ര പുസ്തകം എടുത്ത് വായിച്ചാൽ മതി, വേറൊന്നും വായിക്കണ്ട. അമ്മയുടെ ലൈഫ് ഹിസ്റ്ററി ഒന്ന് വായിച്ചാൽ തന്നെ അമ്മ കടന്നുപോയിരിക്കുന്ന ആ ഒരു ജീവിതത്തിന്റെ യാത്ര മനസ്സിലാക്കാം. എന്തെല്ലാം വെല്ലുവിളികളും അമ്മയായിരുന്നു പണ്ട് തന്നെ മരിക്കേണ്ടിയിരുന്നത്. അതിന് അത്ര പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അമ്മ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പുഞ്ചിരിയോടുകൂടി കടന്നുപോയി. അന്ന് അമ്മയെ എതിർത്തവർ പോലും പിന്നീട് അമ്മയുടെ കൂടെ കൂടി. ഇന്ന് അമ്മ എന്ന് പറയുന്ന ശക്തി വിശേഷം എന്താണ്? അതല്ലേ ഇപ്പൊ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ വായിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതൊക്കെ വരണം. പക്ഷേ ഇതൊന്നും നമ്മളെ ഒരിക്കലും തോൽപ്പിക്കരുത്. നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്നത് എന്താ അറിയോ? ഒക്കെ പറയാൻ നമ്മളൊക്കെ കേമന്മാരാണ്. തീയിൽ മുളച്ചത്, ബാക്കി നിങ്ങൾ പറയും, എനിക്ക് ഉറപ്പാണ്. തീയിൽ മുളച്ചത് വെയിലത്ത് വാടില്ല എന്നൊക്കെ പറയാൻ കഴിവുള്ള കേമന്മാരാണ് നമ്മൾ. അതുപോലെ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങി, ഇതൊക്കെ പറയാൻ നമ്മൾ കേമന്മാരാണ്. പക്ഷെ ചെറിയൊരു വാട്ടം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ജീവിതം അതോടുകൂടി. അപ്പൊ എന്റെ തീയിൽ മുളച്ചത് വെയിലത്ത് വാടില്ല എന്നൊക്കെ എന്തിനാ പറഞ്ഞത്? ഇത് പണ്ടൊരു തത്തകളുടെ കഥ പറഞ്ഞ പോലെയാണ്. സമയം എനിക്ക് കുറവാണ്. ഇവിടുത്തെ യാഗത്തിന്റെ യജ്ഞത്തിന്റെ ഒരു സമയം എടുത്തുകൊണ്ടാണ് ഞാൻ പ്രഭാഷണം നടത്തുന്നത്. സമയം. അപ്പൊ ഒരു കഥ പറയാം. പണ്ട് ഒരു കാട്ടില് ധാരാളം തത്തകളുണ്ടായി, ഒരുപാട് തത്തകൾ. ഈ തത്തകളൊക്കെ ഇങ്ങനെ വേടൻ പിടിക്കാൻ തുടങ്ങി. അപ്പം വേടൻ പിടിക്കുന്ന സമയത്ത് തത്തകളിൽ ഒരു സാക്ഷര തത്ത കയറി വന്നു. ഈ തത്ത മുത്തശ്ശി, ഇത്തിരി പ്രായമുള്ളൊരു തത്തയാണ്. ആ മുത്തശ്ശി തത്ത പറഞ്ഞു, നോക്കൂ, ഇവിടെ തത്തകളെയൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇതിനൊരു അവസാനം വരുത്തണമെങ്കിൽ നമ്മളെല്ലാവരും ഒന്ന് പരിശ്രമിക്കണം. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് അറിവ് പകർന്നു തരാം. ഈ അറിവ് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും. ഞങ്ങൾ ഞങ്ങൾ പഠിക്കാം. അങ്ങനെ പിറ്റേന്ന് മുതൽ മുത്തശ്ശി തത്ത ക്ലാസ് തുടങ്ങി. ആദ്യത്തെ സാക്ഷര ക്ലാസ്, തത്തകൾക്കുള്ള സാക്ഷര ക്ലാസ്, അവബോധ ക്ലാസ്. എന്താ ക്ലാസ്സിൽ പറയുന്നത്? തത്തകളെ തത്തകളെ എന്താ പറയുന്നത്? തത്തകളെ തത്തകളെ. കാട്ടിൽ വേടൻ വരും. കാട്ടിൽ ആര് വരും? വേടൻ വരും. വേടൻ വലവിരിക്കും. വേടൻ വലവിരിക്കും. വലയിൽ ധാന്യങ്ങളുണ്ട്. എന്തിടും? നിങ്ങൾ ചെന്ന് ഇരിക്കരുത്, ഇരുന്നാൽ കുരുങ്ങും, കുരുങ്ങിയാൽ ചാവും. ഇതാണ് ആര് പഠിപ്പിക്കുന്നത്? മുത്തശ്ശി തത്ത. വളരെ സത്യമല്ലേ പറയുന്നത്? കാട്ടിൽ വേടൻ വരും, വല വിരിക്കും, ധാന്യം ഇടും. നിങ്ങൾ ചെന്നിരുന്നാൽ കുരുങ്ങും, കുരുങ്ങിയാൽ ചാവും. അതുകൊണ്ട് മേലാൽ ഈ വല കണ്ട് നിങ്ങൾ പോയി ഇരിക്കരുത്. തത്തകളൊക്കെ പിറ്റേ ദിവസം ബൈഹാർട്ടാക്കി. എനിക്ക് തോന്നുന്നു അവരൊക്കെ തവന്നൂരുന്നോ അല്ലെങ്കിൽ കേരളക്കാരായിരിക്കണം. വളരെ എക്സലന്റ് ആയിരുന്നു, എക്സ്പേർട്ടുകളായിരുന്നു. പെട്ടെന്ന് തന്നെ ബൈഹാർട്ട് പഠിച്ചു. പിറ്റേ ദിവസം മുത്തശ്ശി ഇങ്ങനെ ക്ലാസ്സിൽ വന്നിരുന്നാൽ മതി. അപ്പോഴേക്കും എല്ലാവരും മുത്തശ്ശി നോക്കി, മുത്തശ്ശി നിങ്ങൾ മറന്നിട്ടില്ല കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. എന്താണ്? തത്തകളെ തത്തകളെ, കാട്ടിൽ വേടൻ വരും, വേടൻ വല വിരിക്കും, വലയിൽ ധാന്യങ്ങളിടും. നിങ്ങൾ ആരും ചെന്ന് ഇരിക്കരുത്, ഇരുന്നാൽ കുരുങ്ങും, കുരുങ്ങിയാൽ ചാവും. മുത്തശ്ശി തൊഴുതുപോയി. എന്റെ ദൈവമേ, എത്ര പേരൊക്കെ ബൈഹാർട്ട് പഠിച്ചിരിക്കണം. ഇത്രയും നല്ലൊരു എഡ്യൂക്കേഷൻ വേറെ എവിടെ ഉണ്ടാവുക? ഞങ്ങൾ മറന്നിട്ടില്ല. അങ്ങനെ ഇരിക്കെ കാട്ടിൽ വേടൻ വല വിരിച്ചു, ധാന്യങ്ങൾ. ഇത് കണ്ടപ്പോ ചില തത്തകളുണ്ടാവില്ല, ചെറിയ ചെറിയ സ്വഭാവം. അതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ചെറിയ തുടങ്ങിയ മുത്തശ്ശി ഉറങ്ങെ. അപ്പൊ എല്ലാവരും മറന്നിട്ടില്ല മുത്തശ്ശി. തത്തകൾ പറയൂ, തത്തകളെ തത്തകളെ, കാട്ടിൽ വേടൻ വരും, വേടൻ വല വിരിക്കുന്ന ധാന്യങ്ങൾ ചെന്നിരിക്കുന്ന ഈ വേടനുണ്ട്. വേടൻ എനിക്കൊന്നും മലയാളിയായിരിക്കണം. വേടൻ ഇത്രയൊക്കെ അറിയുന്നു. ദൈവം ഇവർക്ക് എവിടെ ഈ അറിവ് കിട്ടിയിരിക്കുന്നത്?
അന്തം വിട്ട് നോക്കുക. ആ വേടൻ പോയി ഒരു തത്തയും ചെന്ന് ഇരുന്നില്ല. പിറ്റേ ദിവസം വേടന് തോന്നി കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് നോക്കിയാറുണ്ട്. ഇപ്പൊ ധാന്യങ്ങളുടെ ഇതെന്നല്ലേ പറഞ്ഞത്, കുറച്ച് ഫ്രൂട്ട്സ്, മുന്തിരി, സാധനങ്ങൾ, പൊമഗ്രേനേറ്റിന്റെ ചെറിയ ഫ്രൂട്ട് അതൊക്കെ ഒന്ന് കൊണ്ടുപോയി. ഇവൻ എന്ത് ചോദിച്ചാൽ കുറെ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോയി ആ വലയിലിട്ടു. അപ്പം മുത്തശ്ശി എപ്പോഴും അവിടുന്ന് അപ്പം ഒരുത്തൻ പറയാണ്, അതാണ് നമ്മുടെ ഇടയിൽ ഉണ്ട് ചില സ്വഭാവമുള്ളവര്. ഒരുത്തൻ പറയാണ്, അതിനകത്ത് ധാന്യമല്ലോ, പഴമല്ലേ ഇട്ടിരിക്കുന്നത്. മുത്തശ്ശി എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? വേടൻ എന്തിടുന്നാ പറഞ്ഞത്? ധാന്യങ്ങൾ ഇടുന്നല്ലേ, ഇത് പഴമല്ലേ ഇട്ടിരിക്കുന്നത്. അല്ല, പഴവും ധാന്യം ഒന്നാണ്, വരയിലാണ്, അത് നോക്കണ്ട. മുത്തശ്ശി ധാന്യങ്ങൾ ഇടുന്നാ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്നു, ഞാൻ പഴം എടുക്കാൻ പോവാണ്, പഴം കൊത്താൻ പോവാണ്. ഒരുത്തൻ അവിടുന്ന് പഴം കൊത്തുന്നത് കണ്ടപ്പം ഒരുത്തൻ ആർത്തി കൊണ്ടാ പിന്നെ ശരിയില്ലേ? അതങ്ങനെയാണല്ലോ, നമ്മുടെയൊക്കെ ഒരു സ്വഭാവമുണ്ട്. അതായത് ഇപ്പൊ എത്ര നല്ല പ്രഭാഷണമായാലും ശരി, അന്നദാനം തുടങ്ങിയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രഭാഷകനും മൈക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. അതങ്ങനെ ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ട്, ഇല്ലേ? പറയാൻ പറ്റില്ല, ഇല്ലേ? നമ്മുടെ നിയന്ത്രണം വിട്ടു. നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഈവൻ ഞാനായാലും അങ്ങനെ ഇല്ല. ഒരു നിയന്ത്രണം എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു. എല്ലാവരും കൂടെ പഴം കൊത്തി തിന്നാനായിട്ട് പോയി. ആ മുത്തശ്ശി നോക്കുമ്പോണ്ട് എല്ലാം വലയിലിരുന്ന് പഴം കൊത്തുകയാണ്. അപ്പോഴേക്കും വല വലിച്ചു, ആ വേടൻ വലിച്ചു, എല്ലാം കൂടി വലയിൽപ്പെട്ടു. ആ വേടൻ ആ തത്തകളെ മുഴുവൻ കൊണ്ടുപോകുമ്പോൾ തത്തകൾ മുത്തശ്ശിയോട് പറയുന്നത്, കരയണ്ട, ഞങ്ങള് മറന്നിട്ടില്ല. ആ വലയിൽ കിടന്ന് അവര് പറയാണ്, തത്തകളെ കാട്ടിൽ വേടൻ വരും, വേടൻ വലവിരിക്കും, വലയിൽ ഇരുന്ന് കുരുങ്ങരുത്, കുരുങ്ങിയാൽ ഇനി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നതുപോലെ ആവരുത് നമ്മുടെ ഹിന്ദുക്കൾ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഓർമ്മ വേണം, നാം ഇവിടെ വന്ന്, ഇത് നമ്മുടെ മുക്തിധാമമാണ്, ഇത് നമ്മുടെ മോക്ഷധാമമാണ്. ഈ ഉള്ളിലുള്ള കരി തുടച്ച് കളയലാണ് എൻ്റെ ജീവിതം, ഇതാണ് എൻ്റെ മോക്ഷം. എത്ര കണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ വൃത്തിയാക്കി വെക്കുന്നോ അത്ര കണ്ട് ദൈവീകമായ ശക്തി എന്നിൽ പ്രകാശിക്കുമ്പോൾ ഈശ്വരനും ഞാനുമെല്ലാം സംഗമിക്കുന്ന ഒരു സംഗമമായി, മഹാകുംഭമായി നമ്മൾ മാറണം. കുംഭമേള എന്ന് പറയുന്നത്, കുംഭം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പൂർണ്ണകുംഭം. അത് പൂർണ്ണതയുടെ പ്രതീകമാണ്. ഓരോ തുള്ളി വെള്ളവും ചേർന്ന പൂർണ്ണത. എപ്പോഴും ഓർക്കണം, കുംഭമേള, കുംഭത്തിൽ മേളിക്കുന്നതാണ് കുംഭമേള. പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു തിരിച്ചറിവും പ്രതിജ്ഞയും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നവും അതിന്റെ തുടക്കമാണ് നമ്മളെ സംബന്ധിച്ച് കുംഭമേള. ഈ ഭാരതപ്പുഴയെ നോക്കിക്കൊണ്ട് കടലിലേക്ക് എത്തുന്ന ഭാരതപ്പുഴയുടെ ആ ഒഴുക്കിന്റെ തീവ്രതയാണ് എന്നിലെ ദൈവീകത എന്ന് മനസ്സിലാക്കി ആ പൂർണ്ണതയിലേക്ക് എത്താൻ ഈ ഭൂമിയാണ് എൻ്റെ ഭൂമി, കർമ്മഭൂമി, എൻ്റെ ജന്മഭൂമി, എൻ്റെ പവിത്ര ഭൂമി, എൻ്റെ മോക്ഷഭൂമി. ഇതിനപ്പുറത്തേക്ക് എനിക്ക് സ്വർഗവും നരകവുമില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മോക്ഷഭൂമിയാണത്. ഈ രണ്ട് വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ഓർമ്മ വരട്ടെ. നമുക്ക് സ്വർഗമല്ല ഉള്ളത്, നമുക്ക് മോക്ഷമാണുള്ളത്. നമ്മൾ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല, നമ്മളെല്ലാവരും ഒരേ ദൈവീകതയുള്ളവരാണ്, ഒരേ പൂർണ്ണതയിലേക്ക് എത്തേണ്ടവരാണ്, ഒരു വസുദൈവ കുടുംബമായി മാറേണ്ടതാണ്. ഈ ബോധം നമ്മുടെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കാൻ ഈ കുംഭമേളയ്ക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ട് ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. ഞാൻ ഇത്തിരി സമയം വാങ്ങിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ 1 മണിക്കാണ് ഞാനിവിടെ എത്തിച്ചേരേണ്ടത്. 10:30 ഇവിടെ എത്തണം എന്ന ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം ഗുരുവായൂരിലാണെങ്കിൽ എത്തിച്ചേരുകയും വേണം. അപ്പൊ അവരോട് പറഞ്ഞു, ഇത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവിടെ എത്തിക്കൊള്ളാം എന്നുള്ളത്. അപ്പം വലിയ സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ കാണുന്നത് തന്നെ ഒരു കുംഭമേളയാണ്. ഒരുപാട് പൂർണ്ണ കുംഭങ്ങളെ കാണാൻ സാധിക്കുന്ന, അതും അമ്മയുടെ ഈ പവിത്രമായ ഈ ഒരു സ്മരണം നടക്കുന്ന, അമ്മയുടെ ജപവും ധ്യാനവും ഒക്കെ നടക്കുന്ന ഈ ഒരു പവിത്ര സ്ഥലത്ത് തന്നെ നിങ്ങളെ കാണാൻ സാധിച്ച ആ പരമസന്തോഷത്തിന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമിക്കുന്നു. ഇവിടെ എത്തിച്ചേരാനും ഈ ഒരു പവിത്ര മണ്ണിൽ കുറച്ചു നേരം സമയം ചെലവഴിക്കാനും സാധിച്ചതിന് അമ്മയുടെ എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരെയും പൂർണ്ണ മനസ്സോടെ നമസ്കരിക്കുന്നു. പ്രണാമം. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ. നമ്മുടെ ജീവിതം ഒരിക്കലും നമുക്ക് ഒരിടത്തും തോന്നരുത് ഒരു നഷ്ടമാണ്, കഷ്ടമാണ്, വേദനയാണ്, ദുഃഖമാണെന്ന്. എന്തെല്ലാം തന്നെ പരീക്ഷണങ്ങൾ, പരിശ്രമങ്ങൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും എപ്പോഴും മുന്നോട്ടൊഴുകണം. ഇതെല്ലാം എനിക്ക് തരണം ചെയ്യാൻ സാധിക്കും, ഇതെല്ലാം ഞാൻ തരണം ചെയ്യും.
പൂർണ്ണതയിലേക്ക് ഞാൻ എത്തും എന്നൊരു പ്രചോദനം, ഒരു ശക്തി നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ആയുരാരോഗ്യ സത്യം നേർന്നുകൊണ്ട് പ്രണാമം. സ്വാമിജി ഇവിടെ എത്തിച്ചേർന്ന് നമ്മളോട് ആധ്യാത്മിക തത്വങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മളോട് ഇത്ര നേരം സംസാരിച്ചു. സ്വാമിജിയോട് സംഘാടക സമിതിയുടെ പേരിൽ സ്വാമിജിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നന്ദി അറിയിക്കുന്നു. സംഘാടക സമിതിയുടെ സ്നേഹോപഹാരം സമർപ്പിക്കുവാൻ അതുല്യാമൃതജി സ്വാമിനിയമ്മയോട് അപേക്ഷിക്കുന്നു. ഒരു 3 പ്രാവശ്യം ഓങ്കാരം ഒന്ന് ചൊല്ലി നിർത്താലല്ലേ? എല്ലാവരും ഒന്ന് നിവർന്നിരുന്നാൽ ഒരു 3 പ്രാവശ്യം ഈ പവിത്ര മണ്ണിൽ എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് എനിക്കും കൂടി ചൊല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെയും കൂടി അതിൽ ഉപയോഗപ്പെടുത്തുന്നു മാത്രം. എല്ലാവരും ഒരുമിച്ച് നിവർന്ന് 3 പ്രാവശ്യം ഓങ്കാരം നല്ലവണ്ണം നിവർന്നിരിക്കണം. എത്രയോ കാലമായി ഇവിടെ യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു സൂക്ഷ്മതയിൽ ഇന്ന് നമുക്ക് നെറ്റ്വർക്കിംഗ് കണക്ഷൻ എന്ന് പറഞ്ഞ പോലെ, വൈഫൈ കണക്ഷൻ എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു പക്ഷേ അവരുടെ സെർവറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു ശക്തിയായി നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്കറിയാത്തതായൊരു ദിവ്യത്വം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഇവിടെ ആ യാഗങ്ങൾ യജ്ഞങ്ങൾ നടക്കുന്നതെങ്കിൽ എന്തോ ചിലതൊന്നും നമുക്കറിയില്ല. ആ ഒരു അല്ലെങ്കിൽ ഇക്കൊല്ലം ഇങ്ങനെ ഒരു കുംഭമേള നടക്കുന്ന ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? അപ്പോൾ എവിടെയോ ചിലതുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ആ ഒരു കണക്ഷൻ കിട്ടട്ടെ. നമ്മളറിയാത്തൊരു ദൈവിക ശക്തി നമ്മുടെ കൂടെ യാത്ര ചെയ്യട്ടെ, നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കട്ടെ. അപ്പം എല്ലാവരും നിവർന്നിരുന്നു ഓങ്കാരം 3 പ്രാവശ്യം. വേദ്യം പവിത്രം ഓങ്കാരം എന്ന് കൃഷ്ണൻ പറയും ഭഗവത്ഗീതയിൽ. നിവർന്നിരുന്ന് ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. മാക്സിമം എത്രത്തോളം എടുക്കാൻ പറ്റും അത്രയും നീട്ടി ചൊല്ലണം. ഇവിടെ നിൽക്കുന്നവരൊക്കെ ചൊല്ലണേ. നമുക്ക് എല്ലാവർക്കും ആ അന്തരീക്ഷം ഉണ്ടാക്കണം. എല്ലാവരും നല്ലോണം ശ്വാസം എടുക്കണം, എന്നാലേ നീട്ടി ചൊല്ലാൻ പറ്റുള്ളൂ. ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്ക് എടുത്താലേ ഉറക്കെ നീട്ടി ചൊല്ലാൻ പറ്റുള്ളൂ. ഈ ഭൂമിയിൽ, പവിത്ര ഭൂമിയിൽ ബ്രഹ്മാദി ദേവന്മാരെ തപസ് ചെയ്ത ഈ തപന്നൂര്, അതാണ് തപന്നൂരായത്. ആ തപോഭൂമിയിൽ ഞാൻ ഓങ്കാരം ചൊല്ലുമ്പോൾ ഞാൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ശക്തിയിലേക്ക് എന്നെ കണക്ട് ചെയ്യാണ്. ആ തപസ്സിൻ്റെ ശക്തിയിലേക്ക് എന്നെയും ചേർക്കുകയാണ്. ആ ബോധത്തോടുകൂടി ഓങ്കാരം ചൊല്ലണം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. പ്രണാമം.
Sir.